ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് കേട്ടോ വില്ലേജിന്റെ പേര് പറയാൻ. പക്ഷെ ഗൂഗിൾ മാപ്പിൽ പോലും ഈ ഒരു വില്ലേജിന് പേരില്ല. പിന്നെ ഞാൻ എങ്ങനെയാ പറയാ? അതാണ്, ഹൊണ്ടുറാസിലാണ്, സെൻട്രൽ അമേരിക്കയിലാണ്. അത് മാത്രം പറയാം. രാജ്യത്തിന്റെ പേര് പറയാം, അല്ലാതെ കറക്റ്റ് ലൊക്കേഷന്റെ പേര് പറയാൻ ഗൂഗിൾ മാപ്പിൽ തന്നെ ഒന്നും കാണിക്കണ്ടല്ലോ. കാരണം ഇവിടെ കുറച്ച് വീടുകളെ ഉണ്ടാവുള്ളൂ. അല്ലെ ഈ മൊത്തം ലൊക്കേഷൻ വല്ല പേരും ഉണ്ടാവുമായിരിക്കും, അത് ഗൂഗിളിൽ കിട്ടൂല. ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിക്കണം. അപ്പൊ മോർണിംഗ് തന്നെ ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ഫുള്ള് മഴയാണ് കേട്ടോ. നോക്കിയേ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി പെയ്യുന്നത്. ഞാൻ എണീച്ച് കണ്ണു തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ തന്നെ ഫുള്ള് മഴയായിരുന്നു. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഞാനിനി മഴയത്ത് എങ്ങനെ പോവാന്നുള്ളത് കേട്ടോ. ഞാൻ എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, മഴ കുറയോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നോക്കാം എന്താ ചെയ്യുക. മഴ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ തന്നെ ഇങ്ങനെ മഴ. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ടാക്സി പോലെ എന്തെങ്കിലും ഷെയർ ടാക്സി വല്ലതും പോവുകയാണെങ്കിൽ അതിൽ പൈസ കൊടുത്തിട്ട് പോവാം അന്ന് വിചാരിക്കുന്നത്. കാരണം എത്ര ദിവസമായി ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നില്ല, ആ മൊസ്കിറ്റിയിലേക്ക്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. വണ്ടികളൊന്നും ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഇടയ്ക്കൊരു ബൈക്ക് പോവും, അല്ലാണ്ട് പോകുന്നില്ല. അത് ലോക്കൽ ഓട്ടാണ് പോകുന്നത്, ലോങ് ഒന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഷെയർ ടാക്സി എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അതിൽ പോവാന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. മഴ ഇനി എപ്പോ നിക്കോ എന്തോ. കുറെ നേരമായിട്ടോ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പെയ്യുമല്ല, ഭയങ്കരമായിട്ട് ചാറുവാണ്. മഴ കൂടുകയാണ് കേട്ടോ, കുറയുന്നില്ല. ഷോ എന്താ ചെയ്യാ, ഞാൻ എങ്ങനെ പോവാ? ഒരു വണ്ടി പോലും വരുന്നുമില്ല. ലോക്കൽ വണ്ടികൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ളൂ. മഴയായിട്ട് ആരും എങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുവഴി 4x4 ഉള്ളു, അല്ലാണ്ട് ബസ് അങ്ങനത്തെ ടൈപ്പ് വണ്ടികളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞവര്. ഞാൻ ഇന്നലെ മേടിച്ചിട്ടുള്ള ഇത് കഴിക്കുവാണ് കേട്ടോ, നമ്മളെ അവക്കാഡോ. എൻ്റെ കയ്യിൽ കട്ട് ചെയ്യാൻ സ്പൂണും ഇല്ല, കത്തിയില്ല. അപ്പൊ ഞാനിത് പൊട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുവാണ്. മഴ ഫുൾ മഴയാ. അവരെനിക്കിത് അവിടെ ഒരു ബർഗർ എല്ലാം കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഹാംബർഗറാണ് ഞാൻ കഴിക്കട്ടെ. വലിയൊരു ബർഗറാണ്, നോക്കിയേ, ഭയങ്കര വലുതാണ്. മഴ സ്റ്റിൽ പെയ്തുകൊണ്ടിരിക്കുക. ഞാനിത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 12 മണിയായി. ഞാൻ രാവിലെ 8 മണിക്ക് എണീച്ചതാണ്. 8 മണിക്ക് എണീച്ചപ്പോൾ തൊട്ട് മഴയായിരുന്നു. 11:30 വരെ മഴയായിരുന്നു. അരമണിക്കൂറായിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയിടുന്നുണ്ടായി. ഇപ്പോഴാണൊന്ന് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് മാറിയെന്ന് വേണേ പറയാം. ഇതവിടെ പെട്രോൾ പമ്പിൽ നിൽക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പുള്ളിക്കാരി ഉണ്ടായി, അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഭക്ഷണം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയാണ് എനിക്ക് ഹാംബർഗറൊക്കെ കൊടുന്ന് തന്നേട്ടോ. എൻ്റെ അടുത്ത് ഇന്നലെ ഇംഗ്ലീഷ് അറിയുന്ന അവരുണ്ടല്ലോ, അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നേ, എന്താണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുവഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പോൾ മഴ പെയ്തതേ വഴി കണ്ടില്ലേ, ഫുൾ ചെളിയാണ്. ഇനി അങ്ങോട്ട് എന്താവുമെന്ന് എനിക്കറിയില്ല, ഞാൻ എപ്പോൾ അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നടന്ന് പൊക്കോണ്ടിരിക്കട്ടെ. വണ്ടി കിട്ടുകയാണെങ്കിൽ ലിഫ്റ്റ് അടിച്ചിട്ട് പോകണം. പിന്നെ അവർ ആക്ച്വലി ഹൂസ്റ്റണിലാണ്, USA-ലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് അവരുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയുന്നത്. പക്ഷെ അവരുടെ നേറ്റീവ് പ്ലേസ് ഇവിടെയാണ്. അവർ ഗരിഫുണ എന്ന് പറഞ്ഞ ആ ട്രൈബിൽ പെട്ട ആൾക്കാരാണ്. ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റൽ ഏരിയയിൽ എല്ലാവരും ഗരിഫുണ ആളുകൾ തന്നെയാണ് കേട്ടോ. അയ്യോ, വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മഴ ദിവസമാണെന്ന് തോന്നുന്നു. ഒരു വണ്ടി വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. മഴ ചാരി തുടങ്ങി. ഇവിടെ വീടുകളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായനെ. ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ട് വണ്ടി കിട്ടിയാലും ഓപ്പൺ വണ്ടിയിൽ പോകാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഞാനിവിടെ ചോദിച്ചേട്ടോ, ഏതെങ്കിലും കടയിൽ അംബർലയോ റെയിൻകോട്ടോ മേടിക്കാൻ കിട്ടുമോന്ന്. അവർ പറഞ്ഞില്ല, ഇവിടെ ആരും ഉപയോഗിക്കൂലെന്ന്. ഇല്ലാത്ത കഷ്ടം. ആകെ ഉപയോഗിക്കുന്ന കുട പിള്ളേരാണ്, വലിയ ടൈപ്പ് കുട, അല്ലാണ്ട് ഒന്നും കിട്ടൂലേ. എത്ര മനോഹരമായ വഴികളാണെന്നറിയോ. ഒരുപാട് കുളം കാണാൻ പറ്റുന്നുണ്ട്. ഈ വഴി കൂടെ വേണം കേട്ടോ എനിക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ ഇല്ലാത്ത ഷോ. കേരളം പോലെ ഇരിക്കുന്നു. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലേ ഇവിടെ, അതാണ്. വണ്ടി കിട്ടിയിട്ട് ഞാൻ എപ്പോൾ എത്തുമെന്തോ. ഇവിടെ ആ ഫ്രൈഡ് ചിക്കൻ്റെ ബ്രാഞ്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചേർച്ചാണ് കേട്ടോ. ഇംഗ്ലേസിയ എന്ന് വെച്ചാൽ ചേർച്ച് എന്നാണ് കേട്ടോ അർത്ഥം. രണ്ട് സൈഡിലേക്കൊക്കെ റോഡ് കാണുന്നുണ്ടല്ലോ. നേരെയുണ്ട്, റൈറ്റിലേക്കും ഉണ്ട്. ഇനി റൈറ്റിലേക്കായിരിക്കുമോ വഴി? റൈറ്റിലേക്ക് ആവാൻ സാധ്യത ഉണ്ട്. അതങ്ങോട്ട് ഇവിടുത്തെ ഒരു ചെറിയ ടൗണാന്നൊരു തോന്നലുണ്ട്. കുറേ വീടുകളും കാണുന്നുണ്ട്. ഞാൻ മാപ്പിൽ നോക്കിയോട്ടെ. ഇവിടെ ഷുഗർ കെയിൻ്റെ ജ്യൂസ് ഉണ്ട് കേട്ടോ, ഐസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരെണ്ണം മേടിക്കാം.
ഇതുവഴി തന്നെ കേട്ടോ പോകുന്നത്. ടൗൺ വഴിയാണ് എനിക്ക് പോകാനുള്ളത്. മാപ്പ് ഇതുവഴിയാണ് കാണിക്കുന്നത്. ഊനോ കെയിൻ വേറെയും കളർ ഉണ്ടല്ലോ. ആ സെറ്റാണ്, നല്ല തണുപ്പുണ്ട്. ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മളെ നാട്ടിലെ ഷുഗർ കെയിൻ്റെ ടേസ്റ്റ് അല്ല, അതെന്താന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ പാക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കുടിക്കാനുള്ള ഇതാട്ടോ. കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. വണ്ടിയൊന്നും വരുന്നില്ല കേട്ടോ. ലോക്കലായിട്ട് കറങ്ങുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ ഈ 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൽ. ഇത് നോക്കിക്കേ, ബെജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ചൈനീസ് റെസ്റ്റോറന്റ് ആണ്. ചൈനീസ് എത്താത്ത സ്ഥലം ഇല്ല കേട്ടോ. സീരിയസ്ലി അതൊരു അത്ഭുതം തന്നെയാണ്. എവിടെ ചെന്നാലും ഈ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ചൈനീസ് കാണാം, അവരുടെ റെസ്റ്റോറന്റും കാണാം, പിന്നെ മാർക്കറ്റും കാണാം കേട്ടോ. ഈ കാട്ടിനുള്ളിലൊക്കെ എങ്ങനെയാ അവര് വന്നേന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. സി പൊക്കീത്തോ എസ്പാന്യോൾ. ഈ വീടിന്റെ മുന്നിൽ കണ്ടോ ഹാമോക്ക്, എല്ലാ വീടിന്റെ മുന്നിൽ ഹാമോക്ക് കാണാം. അവിടെ എന്തോ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടോ കാണുന്നത്. ഞാൻ ഇതുവഴി തന്നെ നടക്കുന്നത്. എല്ലാരും ഇട്ട ഷൂ തന്നെ എന്താ പറയാ, ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ ഉള്ള ഷൂ ഒക്കെയാണ് അവർ ഇട്ടേക്കുന്നത്. കണ്ടാ ആ വീടിന്റെ മുന്നിലൊക്കെ കൂടുതൽ ഇത് കാണുന്നത്. ഞാൻ ഇങ്ങനെ ഇച്ചിരി മഴ നനഞ്ഞ് മൊത്തം നനയും തോന്നുന്നുണ്ട് കേട്ടാ. ചെറുതായിട്ട് ചാർന്നുള്ളൂ. എല്ലാം അവിടെയും കുറെ ഹാമോക്ക് കാണാം. ഞാൻ നടന്നു പോകുന്ന കണ്ടിട്ട് അവർ പറഞ്ഞു ഈ മഴത്ത് അങ്ങോട്ടാ പോണേ, ഇവിടെ കയറി നിൽക്ക്, വണ്ടി വരും, വണ്ടി വരുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. എനിക്ക് ചെയറൊക്കെ തന്നിട്ടുണ്ട്. ഓല സി ഗ്രാസിയസ്. ഞാനും ആലോചിക്കായിരുന്നു ഏതെങ്കിലും വീട് കിട്ടുകയാണെങ്കിൽ കയറി നിൽക്കാന്ന്, വെറുതെ മഴ നനയണ്ടല്ലോ. അവരെനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ട, ഞാൻ ആ പഴം മാത്രം കഴിക്കാം. ഇത് സ്കിന്നിന്റെ പോർക്കിന്റെ സ്കിന്നും സാലഡും റൈസും ആണ് കേട്ടോ. ഞാനിപ്പോ കഴിച്ചത് കൊണ്ട് ഫുള്ളാണ് വയറ്. എന്ത് സ്നേഹ നോക്ക്, ജസ്റ്റ് എന്നെ ഞാൻ വഴി കൂടെ പോവാണ്, ആരാന്ന് പോലും അറിയില്ല. വഴി കൂടെ പോകുന്ന കണ്ടിട്ട് എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ച് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ഭക്ഷണം തന്നു. ഭക്ഷണം എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞു ഞാൻ ആ പഴം മാത്രം കഴിക്കാന്ന്. അപ്പൊ ഒരു പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്, പഴം മാത്രം ഇതാക്കാനായിട്ട്. ഇത് ഒരു വണ്ടി പോകുന്നുണ്ടല്ലോ, എങ്ങോട്ടായിരിക്കും ഇവർക്ക് അറിയുന്നുണ്ടാവോ? കണ്ടിട്ട് ലോക്കൽ ഓട്ടമാണ്, കാരണം ബാക്കിൽ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. തെങ്ങാന്ന് തോന്നുന്നു. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത് 1 മണിയാവുന്ന സമയത്ത് ഇരിയോണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു ബസ് പോകുന്നുണ്ട്. ഇപ്പോൾ സമയം 12:30 ആവുന്നുണ്ട്. 1 മണിക്ക് പോകുന്നതാണ് കേട്ടോ പറഞ്ഞത്. അവിടേക്ക് ഒരു 34 കിലോമീറ്റർ ഉണ്ട്. 34 കിലോമീറ്റർ ഈ റോഡ് കൂടെ പോകുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കും. ബസ് എന്നാണ് അവർ പറഞ്ഞത്. അത് എന്ത് ടൈപ്പ് ബസ് എന്ന് എനിക്കറിയില്ല, വരുമ്പോൾ തന്നെ അറിയാം. വേറെ വണ്ടിയൊന്നും വരുന്നില്ല. എന്തായാലും അരമണിക്കൂറിനുള്ളിൽ വേറെ വണ്ടി വന്നാൽ അതിൽ പോവും. ഇനി ബസ് വരികയാണെങ്കിൽ അതിൽ പോവാം. ഞാനിത് ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവര് പറഞ്ഞിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഷെയർ ടാക്സി പോലത്തെ എന്തെങ്കിലും ആയിരിക്കും, പൈസ കൊടുക്കേണ്ടി വരും. എത്രയാവുന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും കയറിയിട്ടുണ്ട്, അല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു, ആള് ബാക്കിലേക്ക് പോയിട്ടിരുന്നു. ബാക്കിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറേ സമയം എടുക്കും. എത്ര ദൂരം പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും കുറച്ച് ദൂരം പോകുന്നുണ്ട്. അല്ലാണ്ട് പുള്ളിക്കാരി പറയില്ല ഇതിൽ കയറിക്കോളാൻ. ഇതാണ് കേട്ടോ പോകുന്ന വഴി. നോക്കിയേ, വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ കിടന്നിട്ട് വേണം പോകാൻ. മഴ പെയ്തിട്ട് കൂടിയതാണോ കണ്ടോ? വണ്ടിന്റെ അവസ്ഥ നോക്കി, മൊത്തം ചെളിയാണ് കേട്ടോ. മോശ റോഡ്, പക്ഷെ നല്ല രസമുണ്ട് പോകുന്ന വഴിയെല്ലാം കാണാൻ. അങ്ങ് ദൂരെയൊക്കെ കോടയാണ് കാണുന്നത്. നാട്ടിലെ അവസ്ഥ നാട്ടിലെ പോലെ തന്നെ, മഴ പെയ്ത് മൊത്തം ഗ്രീനറിയാണ്. ഇവിടെ മഴ ഇല്ലാത്തപ്പോഴും ഫുൾ ഗ്രീനറി തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ കാണുന്നൊക്കെ പാം ട്രീസ് ആണ് കേട്ടോ. അവരപ്പോ പാം ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു എല്ലാരും പാം ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൃഷിയാണ് ഇവിടെ കൂടുതൽ എന്നാണ് പറയുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഈ ഒരു പാം ട്രീസ് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പൊ ഈ പോകുന്നൊക്കെ ഗരിഫുണ വില്ലേജ് ആണ് കേട്ടോ. എന്റെ ലെഫ്റ്റ് സൈഡില് ഫുള്ള് കടലാണ്. പക്ഷെ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, കാരണം അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ ഇനിയിപ്പോ കാണുന്നത് മൊത്തം ഗരിഫുണ ആളുകളെ ആയിരിക്കും ഞാൻ ഇനി മൊത്തം കാണാൻ പോകുന്നത്. ഗരിഫുണ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പല ട്രൈബിലെ ആൾക്കാരെ കാണാൻ പറ്റും. ഞാൻ പോകുന്ന വഴി നോക്ക്, ചെറിയൊരു ബ്രിഡ്ജാണ് കേട്ടോ. അത് മരം വെച്ചുണ്ടാക്കിയിട്ടുള്ളത്. അതിനിടയിൽ മഴയുണ്ട്, പുഴ പോലെ ചെറുതായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. ഒരു കായലൊക്കെ പോലെ, തോട് പോലെ അങ്ങനെ പറയാം. ഓക്കെ, ഇതെനിക്ക് അങ്കോളയാണ് ഓർമ്മ വരുന്നത്. അങ്കോളയിൽ ഇതുപോലെ ഞാൻ വന്നിട്ടുണ്ട്, ഇതുപോലത്തെ. പക്ഷെ അങ്കോളയിൽ ഇതിലും റിസ്കി ആയിരുന്നു, ഭയങ്കര ഹൈറ്റിലുള്ളതായിരുന്നു. ഇത് ഒരുപാട് ആഴല്ല, വെള്ളത്തിൽ വീണാലും രക്ഷപ്പെടും, കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് ഇങ്ങനത്തെ വഴിയിലൂടെ ഒക്കെ വേണം കേട്ടോ എനിക്ക് പോകാൻ. അയ്യോ, ഭയങ്കര ടാസ്ക് തന്നെയാണ് കേട്ടോ.
പക്ഷെ മൊത്തം അഡ്വഞ്ചർ ആയിട്ടുണ്ട്, അടിപൊളിയാണ്. എനിക്കിപ്പോൾ ഈ ഒരു ഷെയർ ടാക്സി കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എത്ര കിലോമീറ്റർ നടന്ന് ഏതൊക്കെ വണ്ടിയിൽ ഞാൻ പോയേനെ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തന്നെ കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ കുറച്ച് വില്ലേജൊക്കെ കാണുന്നുണ്ട്. എന്താ പശുവിനെയും കുതിരേനെയും അതെല്ലാവിടെയും കാണാം കേട്ടോ. ഉടനീളം അതാണ് കാണുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ ടയർ കുടുങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വഴിക്ക് പോവാണ്. വഴി നോക്ക്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയാണ്. ആ ഡ്രൈവർക്ക് ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും വഴിക്ക് പോകുന്നുണ്ട്. അതും 4x4 ആണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ 4x4 വണ്ടി ഉണ്ടായിട്ട് ഇങ്ങനെ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാധാ ഒരു വണ്ടിയോ ബൈക്കൊക്കെ ആണെങ്കിൽ എങ്ങനെ പോവാ? ഇവിടെ നടക്കാൻ തന്നെ വഴിയില്ല കേട്ടോ. ആ സൈഡിൽ കൂടെ നോക്ക്, ഒരു വഴി പോലും ഇല്ല. കണ്ട ആ ചെടികളൊക്കെ ആ ടയറിൽ തന്നെ തട്ടി നിൽക്കുന്നുണ്ട്. അത്രയും ചെറിയ റോഡാണ് വഴുക്കിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ ബാക്ക് അടിച്ചും ചിരിച്ചും മറിച്ചും ഓരോ വഴിയിലൂടെ എടുത്തു നോക്കുന്നു. പക്ഷെ ടയർ തെന്നി പോവാണ്. എത്ര വട്ടം ട്രൈ ചെയ്തിട്ട് അതങ്ങോട്ട് റെഡി ആവുന്നില്ല കേട്ടോ. നമുക്ക് കറങ്ങുന്നുണ്ടോ, കറങ്ങി തിരിഞ്ഞിങ്ങനെ വഴുക്കി പോകുന്ന വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അവസാനം എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ അറ്റത്ത് സൈഡിൽ കൂടെ എടുത്ത സമയത്ത് കുറച്ചിങ്ങനെ കറങ്ങിയാലും പോകുന്നുണ്ട്. ഓ, ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. എല്ലാം ഒരേ കളറാണ്. അതിനിടയിൽ മഴ ചാറുന്നുണ്ട്. മഴ കൂടിക്കഴിഞ്ഞാൽ ഇതിനേക്കാളിൽ പ്രശ്നമാവും. ഓൾറെഡി എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞായിരുന്നേ, ഈ റോട്ടിലൂടെ പോകുമ്പോൾ നല്ല മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടികളൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കാറുണ്ടെന്ന്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതായത് 4x4 ആയിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് പ്രശ്നം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബോട്ട് കിട്ടുന്ന സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ലാ മുസ്കറ്റിലേക്ക് പോകുന്ന ഈ വണ്ടിയിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ സാധനങ്ങളൊക്കെ ഇവിടെ ഓരോ വണ്ടികളിൽ കയറ്റുന്നുണ്ട്. ഞാൻ അവർക്ക് 200 ഇവിടുത്തെ പൈസയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളെ നാട്ടിലൊരു 680-700 ആ ഒരു റേഞ്ചാണ് കേട്ടോ വരുന്നത്. അത് കൊടുത്തിട്ട് അവർ പോരാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതുള്ളൂ, എനിക്കിനി ബോട്ടിലൊക്കെ പോകാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ വണ്ടികളിലെ സാധനങ്ങളൊക്കെ അവർ ബോട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ബോട്ട് പോവും. അപ്പോൾ ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ മാപ്പിൽ എവിടെയെങ്കിലും നോക്കട്ടെ. ഈ സ്ഥലത്തിന്റെ പേരാണ് ബക്കാലാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ ടെർമിനൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ബോട്ടിലാണ് പോകാനുള്ളത്. ഇനി അങ്ങോട്ട് മൊത്തം ബോട്ടും വെള്ളവും കാടും അങ്ങനെയായിരിക്കും കേട്ടോ. കൊടും കാട്ടിനുള്ളിലേക്കാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ. ഇനിയിപ്പോൾ കണ്ട കാടൊന്നും അതല്ല, എക്സ്ട്രീം ലെവലിൽ വണ്ടികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞത്. എന്തായാലും പോയി നോക്കട്ടെ കേട്ടോ. എനിക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വെള്ളമാണ് എനിക്ക് പേടി. ബാക്കിയുള്ളതൊക്കെ പിന്നെ മാനേജ് ചെയ്യാം. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നീന്താൻ കുറച്ചറിയാം, അത്രേ അറിയുള്ളൂ. ഇവിടെ ആഴമുണ്ടോ എന്താണെന്ന് അറിയില്ല. ഇത് കണ്ടോ, അവിടുന്ന് കൊണ്ടുവന്ന പാം സാധനമാണ്. അത് ഈ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാം ആ Palma, sí. ഓയിൽ, ഓയിൽ ഉണ്ടാക്കാനുള്ള പാൽമ എന്നാണ് കേട്ടോ അവരതിനെ പറയുന്നത്. പാമ്പിനെ ഉണ്ടോ, അത് എവിടുന്നോ കൊണ്ടുവന്നതാണ്. അതാണ് ആ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. നോക്കിക്കേ, ബോട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാനുണ്ട്, ഈ ഒരു പുള്ളിക്കാരൻ എൻ്റെ കാറിൽ തന്നെ വന്ന ആളുണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ആടുകളുണ്ട്, 2 ചെമ്പരിയാടെന്തോ ഉണ്ട് കേട്ടോ. ചെമ്പരിയാടന്നല്ലേ ഇതെന്താ തല മാത്രം വേറെ ഇരിക്കുന്ന ചെമ്പരിയാടിൻ്റെ. സേഫായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിന് 300 ലംപിറയാണ് കേട്ടോ വരുന്നത്. ബോട്ട് കുറച്ച് എക്സ്പെൻസീവാണ്. എത്ര ദൂരം ഉണ്ട്, എത്ര ടൈം ഉണ്ട് എന്നൊന്നും അറിയില്ല. ഞാൻ ചോദിച്ച സമയത്ത് 300 ലംപിറ എന്ന് പറഞ്ഞു. 300 ലംപിറ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി 1000 രൂപയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ എനിക്ക് ബോട്ട് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇതിന് മുകളിൽ കൂടെ സീൻ തന്നെ. ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചാരിയൊക്കെ ഇരിക്കാം. ആളുടെ വടിവാളൊക്കെ ഉണ്ട് കേട്ടോ. ഓ ദിസ് അതിന്റെ മുകളിലിരിക്കണേ. ഇവിടെ ഇരിക്കാം അല്ലേ. ഓ നോ ദിസ് സി മച്ചത്തെ സി ഓക്കെ. അപ്പുറം ഇരുന്ന സമയത്ത് ഈ പുള്ളീൻ്റെ അടുത്ത് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ആരില്ല കേട്ടോ, നമ്മള് മാത്രമേ ഉള്ളൂ. ബോട്ടിന് മറ്റേ സാധനം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര നീളം കേട്ടോ ഈ ബോട്ടിന്. നോക്കി എന്ത് വലുതാന്ന്. അങ്ങോട്ടും ഉണ്ട് കൊറേ. ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാണ്ടാണ് കേട്ടോ പോകുന്നത്. സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കാം.
അമീഗോ പുള്ളിയുടെ ആളുടെ ആരാ ഞാനെന്ന് ചോദിക്കുന്നത്. നല്ല രസം കേട്ടാ നോക്ക്. പിന്നെ എനിക്ക് വേറെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ, ഇനി അങ്ങോട്ട് മീനായിരിക്കും. ഞാൻ ചോദിക്കായിരുന്നു മൂച്ചോ എന്ന് പറഞ്ഞാൽ മോർ കൊറേ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ കൊറേ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഫുള്ള് ഫിഷ് കഴിക്കാം കൊത്തിയാവണം. എത്ര നാളായെന്ന് അറിയാം. എനിക്ക് തോന്നുന്നു ഞാന് ഇപ്പൊ ബെലീസ് കണ്ടോ കഴിച്ചാന്ന് തോന്നുന്നു. അതിന് ശേഷം കഴിച്ചോ ഞാൻ ഓർക്കണ പോലില്ല. കുറേ നാളായിട്ടുണ്ട് കഴിച്ചിട്ട്. കൊതിയായിട്ട് വയ്യ. ഇനി ഫുള്ള് ഫിഷിന്റെ എത്ര കഴിച്ചാലും എനിക്ക് മടുക്കില്ല. ആളെന്റെ അടുത്ത് പറയാണ് ഫോണ് കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് വെക്കണം. ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്തോണ്ട് ഓടും, പിന്നെ തിരിച്ചു കിട്ടൂല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുയിതാതെയാന്ന് പറഞ്ഞേ. കുയിതാതെന്ന് പറഞ്ഞാ പിടിച്ചോറിക്കാര്. അപ്പൊ സേഫ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സേഫ് ആന്ന് വിചാരിക്കാം. ഇതന്നെ എന്റെ മനസ്സിൽ. ഫോൺ പോയി കഴിഞ്ഞാൽ ആകെ സീനായിരിക്കും. ഇങ്ങോട്ട് വന്നാണ് കേട്ടോ. ഇവിടുന്ന് കേറാൻ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പക്ഷെ ഇവിടെ കേറാൻ ആരും ഇല്ലായിരുന്നു. അവിടെയൊക്കെ നോക്ക്, ആ വീടുകളൊക്കെ ഉണ്ടോ വെള്ളത്തിൽ നിൽക്കുന്നോണ്ട് തന്നെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു തൂണ് പോലെ കെട്ടിയേക്കുന്നേ കേട്ടോ കാണുന്നത്. സാധാ ബസ്സും ഓരോ വണ്ടിയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് നിർത്തിയാണ് കേട്ടോ പോകുന്നത്. അവിടെ ആരോ കേറാനുണ്ട്. അത് ഈ കരിഫുണ ട്രൈബിലെ ആൾക്കാരൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ശരിക്കും നമ്മളെ നാട് തന്നെ കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മിസ്കിത്തോ സി ഓക്കെ, മിസ്കിത്തോ എന്ന് പറയുന്ന ആൾക്കാരാണ് കേട്ടോ. ഗരിഫുണയിലെ ആൾക്കാരല്ല. ഇവിടെ ഈ ഏരിയയിൽ ഗരിഫുണ അല്ല ഉള്ളത്. ഗരിഫുണ ഉള്ളവരും ഉണ്ടാവും, പക്ഷെ ഇത് മിസ്കിത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിലെ ആൾക്കാരാണ്. അവിടേക്ക് മീൻ പിടിക്കാൻ പോയ ആൾക്കാരാണ് തോന്നുന്നുണ്ട്. ഇത് എന്തോരം വലുതാ നോക്കിയേ. ചെറിയൊരു കായലൊന്നല്ല കേട്ടോ, ഒരുപാടുണ്ട് അങ്ങോട്ട്. അങ്ങോട്ട് കണ്ടോ വലിയൊരു മലയൊക്കെ കാണുന്നത്. എന്റെ അടുത്തിരിക്കുന്ന പുള്ളിക്കാരൻ ആ മലയിലേക്കാ പോണം എന്നാട്ടോ പറയുന്നത്. ഒരു ദിവസമോ 2 ദിവസം എന്താ എടുക്കുന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. അത് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ ഈ ബോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാന്നാട്ടോ എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ചോദിച്ചു നെറ്റ്വർക്ക് കിട്ടുമെന്ന്. പറഞ്ഞു കുറച്ചൊക്കെ ചില സ്ഥലത്ത് കിട്ടും പറഞ്ഞു, കോൾ ചെയ്യാൻ ഭാഗത്തിന്. ഇതെന്താ ആലപ്പുഴയോ, ആലപ്പുഴ കുട്ടനാടൊക്കെ പോലെ ആട്ടോ എനിക്ക് തോന്നുന്നേ. വേറെ ബോട്ടിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ നോക്കിയേ. മഴ പെയ്താലും പിന്നെ വെള്ളം മുഖത്തേക്ക് സ്പീഡിൽ പോകുമ്പോൾ അടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ. റെയിൻകോട്ട് പോലെ റെയിനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ടാർപ്പായ തന്നിട്ടുണ്ടേ. എല്ലാ സ്ഥലത്തും നിർത്തുന്നുണ്ട് കേട്ടോ. ഇത് പലാസിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അവിടെ നോക്ക് ഓട്ടോറിക്ഷ കാണുന്നുണ്ട്, വണ്ടികളൊക്കെ കാണുന്നുണ്ട്. കാർഗോ പോലത്തെ ഓരോ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് അവരിവിടെ ഇതാക്കും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളെ ലക്ഷദ്വീപൊക്കെ ഓരോ വണ്ടി ഉണ്ടല്ലോ ഓരോ ഐലൻഡിലും. ആ ഒരു ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ചുറ്റും ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് ആൾക്കാർ കയറി. ഇപ്പൊ എല്ലാം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. കയറിയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയോ വഴിയിലൂടെ കാട്ടിലൂടെയാണ് കേട്ടോ പോകുന്നത്. അതിനിടയിൽ കൂടെ കുറച്ച് വെള്ളമുണ്ട്, അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇനി കടലിലേക്കൊക്കെ ഇറങ്ങുന്നു. കടലിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കടലില് ഫുള്ള് ഭയങ്കര തിരയായിട്ട് ഇത്രയും ചെറിയ ബോട്ടിൽ കടലിലൂടെ പോകുമ്പോ അത് കടന്ന് വേവ്സ് അടച്ചിട്ട് പൊങ്ങൂലേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന വെള്ളമാണ്, ഒഴുകുന്നൊന്നുമില്ല. അങ്ങനെ ചെറിയ രീതിയിൽ ഒഴുക്കുള്ളൂ, അങ്ങനെ ഒരുപാട് തിരമാല അടിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ പള്ളിയിലെ ആരോ ആണ് കേട്ടോ. അവരുടെ ഡ്രസ്സിങ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കഴുത്തിലും കയ്യിലൊക്കെ കുറെ കുരിശ് കാണാം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്, ഒരുപാടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അവിടെ എല്ലാവരും കവർ ചെയ്യാനുള്ള ഒരു സാധനം അവര് തന്നെ കൊടുത്തിട്ടുണ്ടേ. ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടാ, ഇങ്ങനെ ഇതിലുണ്ടായിരുന്നവരൊക്കെ ഇറങ്ങി പോയിട്ടോ. ഓരോ സ്ഥലം എത്തുമ്പോ അവര് നിർത്തും. അവരിതാ ഇത് കൂടെ പോവാണ് കേട്ടോ, ഇറങ്ങാൻ വേണ്ടിട്ട്. അയ്യോ ഇപ്പുറത്ത് കൂടെ പോയി അത് ഇളകിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റാണ്. ഇത് കൂടെ ചവിട്ടി പോവോ എന്നാലാണ്. ഓക്കെ ഗുഡ്. എന്നാലും ചെരിയുന്നുണ്ട് കേട്ടാ നല്ല രീതിയിൽ. ഇതുകൊണ്ടോ ഇപ്പൊ നോക്ക് നല്ല വേവ്സ് ആണ് കേട്ടോ. ഇത് ഫുള്ള് നനഞ്ഞേക്കുന്നുണ്ടാ. ഭയങ്കര വേവ്സ് കാരണം വെള്ളം ഭയങ്കരമായിട്ട് അടിക്കും. അതാണ് വൈകുന്നേരം ആയിട്ടാന്ന് തോന്നുന്നു വേവ്സ് ഭയങ്കര കൂടി. നോ പ്രോബ്ലമാ? നോ ഓക്കെ. ഓ കണ്ടാ, അവര് പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ല. അത് ഞാൻ കൂക്കി വിളിക്കുമായിരുന്നു. കാരണം ഈ ചെറിയ ബോട്ടല്ലേ, ഇതിൽ പോകുന്ന സമയത്ത് വേവ്സ് ചെറുതായിട്ട് അടിക്കുമ്പോ തന്നെ നല്ല രീതിയിലാവുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ വേവ്സ് നല്ല രീതിയിൽ വലുതായിട്ടാ വരുന്നത്. അതുകൊണ്ട് ബോട്ട് കണ്ടാ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഇങ്ങനെയാ പോണത്. അങ്ങനെ കേട്ടോ. അതൊക്കെ കണ്ടാ ഭയങ്കര വേവ്സ് അടിക്കുന്നത് കേട്ടാ.
അപ്പൊ ഈ മധുരസോള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ചെറിയൊരു സ്ഥലമാണ്. അവിടെ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാന്നാണ് ഇവര് പറയുന്നത് കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് തന്നെ നോക്കാം. പിന്നെ അവിടുന്ന് ഇപ്പൊ ഇവർ ഇറങ്ങിയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ബൈ റോഡ് വരാൻ പറ്റുന്ന പറയുന്നത്. ലൈക്ക് ഒരു വലിയ ഐലൻഡ് പോലെ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ട്രാൻസ്ലേറ്റിൽ പറഞ്ഞത്. ചില സമയത്ത് ട്രാൻസ്ലേറ്റിൽ പറയുന്നത് തന്നെ കറക്റ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഓരോ ആൾക്കാര് ഇറങ്ങുന്ന സ്ഥലമൊക്കെ നോക്കിയേ, ചുമ്മാ ഒരു കാടാണ് കേട്ടോ. കാട്ടിലേക്കാണ് കേറി പോകുന്നത്. അവിടെ ചെറിയ രീതിയിൽ എന്തോ ഒരു ചെറിയ ബോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ഇതേ ആളതിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ അഴുക്കായിട്ടിരിക്കുന്നേ. ഇവിടെയൊക്കെ എന്തൊക്കെയോ ടൈപ്പ് ചെടികളൊക്കെ കാണുന്നുണ്ട്. വരുന്ന വഴിക്ക് കുറെ മാംഗ്രൂവ്സ് കണ്ടു. ശരിക്കും ഈ സൈഡല്ല കാട്, ഓപ്പോസിറ്റ് സൈഡാണ് എക്സ്ട്രീം കാട്. അങ്ങോട്ടൊക്കെ പോണെങ്കിൽ ഒടുക്കത്തെ എക്സ്പെൻസീവ് ആണ്. $100 $200 ഒക്കെയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ എവിടേക്കൊക്കെ പോകുന്നുള്ളത്. ചീപ്പസ്റ്റ് ആയിട്ട് എവിടെ, ചീപ്പസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം എക്സ്പെൻസീവ് ആണ്. എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള എവിടെയാന്ന് നോക്കണം, എന്നിട്ട് വേണം അങ്ങോട്ടൊക്കെ പോകാൻ. ഇത് നോക്ക്, എന്തൊക്കെ സാധനങ്ങളാണെങ്കിലും ഇവർക്ക് ഈ ബോട്ടിൽ ഇത്രയും ദൂരം പോയിട്ട് കൊണ്ടുവന്നാലാണ് പറ്റുള്ളൂ. ഇപ്പൊ ഇത് മരം മുറിക്കുന്ന മെഷീനും വേറെ എന്തൊക്കെയോ വീട് കെട്ടാനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടാ. എന്നാലും അവര് ഇവിടെ തന്നെ താമസിച്ച് സമ്മതിക്കണം കേട്ടോ. ഈ പുള്ളിക്കാരനും ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എൻ്റെ വണ്ടിയിൽ വന്ന ആളും മാത്രമാണ് ഇനി ഇറങ്ങാനുള്ളൂ. അത് മധുരസോള എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഓരോ സാധനങ്ങൾ അവിടുന്ന് മേടിച്ചിട്ട് കൊണ്ടുവരാണ് ബോട്ടിൽ. എന്നിട്ട് അതൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അത് തീരുമ്പോഴേ അവർ തിരിച്ചു പോകുള്ളൂ കേട്ടോ. പിള്ളേരൊക്കെ ഓടി വന്നേക്കാണ്. പിള്ളേരും ഡോഗും എല്ലാരും ഓടി വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കേ, ചെറിയൊരു ഇടവഴിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. രണ്ട് സൈഡും കാടാണ്. സർക്കീത്ത ഇവിടെ എത്തിയപ്പാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് മാറ്റിയത്. അല്ലെങ്കിൽ അവിടെ നല്ല വേവ്സ് ആയിരുന്നു. ഇവിടെ അങ്ങനെ വേവ്സ് ഇല്ല കേട്ടാ. എന്നാലും ചെറിയ ചാറ്റൽ മഴയുണ്ടേ. രാവിലെ തൊട്ട് ചാറ്റൽ മഴയാണ്. ആ ചാറ്റൽ മഴ ഇതുവരെ മാറിയിട്ടില്ല. ഫൈനലി ഇതാ എന്റെ മധുരസോള എത്തിയിട്ടുണ്ട് കേട്ടാ. മധുരസോള, നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ നോക്ക്, എല്ലാം മരം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ബൈക്കുകളുണ്ട്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബൈ റോഡ് നമുക്ക് കുറച്ച് ദൂരമൊക്കെ അങ്ങോട്ട് പോകാമെന്നാണ് ഇവർ പറഞ്ഞത്. ഇന്നിനിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ സ്റ്റേ ചെയ്യണം. സമയം എന്താ 5:17 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാനിത് അവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇവിടെ താമസിക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാനിങ്ങനെ വില്ലേജിൽ പോയിട്ട് അവിടെ താമസിക്കാൻ പോണേന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു, വേണ്ട, ഇപ്പം ഇരുട്ടായി, ഇനി ഇവിടെ തന്നെ താമസിക്കുക, പൈസ ഒന്നും വേണ്ട, പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞിട്ടോ. ഞാൻ ആക്ച്വലി വില്ലേജൊക്കെ കാണാം, അങ്ങോട്ട് നടന്നു പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ അവരെന്നെ വിടുന്നില്ല. ഇവിടെ റിസ്ക് ആണെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു സീൻ ഉണ്ട് എന്ന് എനിക്കും ഫീൽ ചെയ്തു. അപ്പം പിന്നെ ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് നാളെ ഞാൻ ഇവിടുന്ന് ബൈ റോഡ് കുറച്ച് ദൂരം പോകാൻ പറ്റും. എങ്ങനെ പോയാലും ബോട്ട് എടുക്കാണ്ട് പോകാൻ പറ്റില്ല വേറെ സ്ഥലത്തേക്ക്. എന്നാലും ബൈ റോഡ് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലത്തേക്കൊക്കെ നടന്ന് കാണാൻ പറ്റും. ¿Cómo te llamas? Olinda. Olinda. Miskita. Miskito. Miskita. Miskito. Miskito. Garifuna no. No, Garifuna. No. Miskita. Miskita. Sí, sí. Gracias. Muchas gracias. Indian Miskito. Indian Miskito, ¿no? Sí. Así. ¿Sí? Así. മിസ്കിത്തോ എന്ന് പറയുന്ന ഒരു ട്രൈബിലെ ആൾക്കാരാണ് കേട്ടോ. അതായത് ഗരിഫുണ ട്രൈബിലെ ആൾക്കാരുണ്ട്, മിസ്കിത്തോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പല ട്രൈബിലെ ആൾക്കാരുണ്ട്. അതിലെ മിസ്കിത്തോ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. മുച്ചോ സി എന്ത് ബാഗ് താഴെ വെക്കാൻ പറയുന്നത്, ഇത്രയും വെയിറ്റ് തൂക്കി നിൽക്കണം എന്തിനാന്ന്. ഇതാണ് കേട്ടോ എനിക്ക് കിടക്കാൻ തന്നിട്ടുള്ള സ്ഥലം. ഈ ഒരു സ്പേസ് ആണ്. അപ്പോൾ മോസ്കിറ്റോന്റെ നെറ്റ് ഇവിടെ ഉണ്ട്. മൊസ്കിറ്റോയിൽ മൊസ്കിറ്റോസ് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊസ്കിറ്റോ നെറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂവും നല്ല സ്ഥലം കേട്ടോ. നോക്കിയേ, അടിപൊളി. പുറത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ കാടും പച്ചപ്പും ഈ വീട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. അവർ മൊത്തം മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ താഴെ എല്ലാം കൂടുതൽ ഇങ്ങനെ സ്പേസ് കാണാം. കാരണം ഇവിടെ തൊട്ടപ്പുറം വെള്ളം ആയതുകൊണ്ട് തന്നെ ഫ്ലഡ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ കണ്ടോ ഇങ്ങനെ അവർ ഹാമോക്ക് കെട്ടിയിട്ട് ആടും. ശരിക്കും ഇത് എവിടെയാ, നമ്മളെ കംബോഡിയ, ലാവോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കൂടുതലും വീടുകൾ ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അടിയിലൊക്കെ ഇങ്ങനെയാ. പിന്നെ വെള്ളമുള്ള ഏരിയയിലാണെങ്കിലും അല്ലെങ്കിലും അവരിങ്ങനെയാണ് വീട് കെട്ടുക. അവിടുന്ന് ഇങ്ങനെ നടക്കുന്ന സ്ഥലമൊക്കെ കാണാൻ നല്ല രസം കിട്ടും. മൊത്തം ഈ വീട് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മരം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ദേ അങ്ങോട്ടൊക്കെ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ ദേ ഇതുവഴിയാണ് കേട്ടോ ക്രോസ് ചെയ്യുന്നത്. ഉണ്ടോ, ഫുഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ വിശന്നിട്ട് വയ്യ. നല്ല രസമുണ്ട്. ഇതാണ് അവരുടെ കിച്ചൺ ആണ് കേട്ടോ ഇത്.
നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവര് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ഒരുപാട് ഡാർക്ക് സ്കിൻ അല്ല, ലൈക്ക് ഒരു ബ്രൗൺ സ്കിൻ, എൻ്റെ ഒക്കെ ഒരു സ്കിൻ ടോൺ ആണ് അവർക്ക് കൂടുതൽ. പക്ഷെ വേറെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ളായിരിക്കും. എൻ്റെ ഇപ്പോൾ ഒരു ബ്രൗൺ സ്കിൻ, അതുപോലെയാണ് ഇവിടുത്തെ ആൾക്കാരും കൂടുതൽ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ലാബ് മോസ്കിറ്റോയിലേക്ക് പോവാന്ന് പറഞ്ഞ സമയത്ത് വീഡിയോയിൽ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, എന്തിനാ റിസ്ക്കാന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നേന്ന്. പക്ഷെ അവിടെ എന്ത് പീസ്ഫുള്ളാന്ന് നോക്ക്, നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷെ ആളുകൾ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അത് വൃത്തിയില്ലാണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളാണെങ്കിലും നല്ലതാണ്, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും നല്ലതാണ്. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ഞാൻ എങ്ങനെയാ അടുത്ത രാജ്യത്തേക്ക് പോവാ? ഇവിടെ ഇങ്ങനെ ജനലുണ്ട്, അതിങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അവരിത് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. ഇത് എന്ത് എണ്ണയാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബട്ടർ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതും അതെ, ഇത് നമ്മളെ ബനാന ഉണ്ടല്ലോ, അത് ചിപ്സ് പോലെ പൊരിക്കുന്നതാണ് കേട്ടോ. അതാണ് ഇവിടെ കൂടുതലും കാണുന്നത്, അതിപ്പോൾ ഏത് ഏരിയയിലാണെങ്കിലും കേട്ടോ. ഇത് പാമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ കാണുമ്പോൾ വൈറ്റ് കളർ ബട്ടർ പോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും ബട്ടർ ആവാൻ ചാൻസ് കുറവാണ്. ഞാൻ ചോദിക്കുമ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ, ഈവൻ ട്രാൻസ്ലേറ്റിൽ. കാരണം ഇവർ സംസാരിക്കുന്നത് സ്പാനിഷ് അല്ല, വേറെ ഭാഷയാണ്. അതാണ്, സ്പാനിഷ് ഇവർക്ക് അറിയാം, പക്ഷെ എന്നാലും അവരുടെ മെയിൻ ഭാഷയല്ല. മിസ്കിറ്റോയിലെ ആളുകൾക്ക് മിസ്കിറ്റോ ഭാഷയുണ്ട്, കരിഫുണയിലെ ആളുകൾക്ക് കരിഫുണ ഭാഷയുണ്ട്. അതാണ്, പക്ഷെ ഇവർക്ക് എല്ലാവർക്കും സ്പാനിഷ് അറിയാം. ഞാൻ ചോദിച്ച സമയത്ത് അവരിത് പാമോയിൽ ആണെന്നാട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓ എന്താ ഇതില് ഇതാണ് കാണിക്കുന്നത്, ഏതോ ബ്രാൻഡാണ് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, അതല്ല കേട്ടോ, അത് വേറെ എന്തോ സാധനമാണ്. നോക്ക് കണ്ടോ, ഇതെന്ത് സാധനം? അയ്യോ, വെജിറ്റബിൾ ഓയിലാണോ? മനസ്സിലാവുന്ന പോലും ഇല്ല കേട്ടോ. അതെ ഇങ്ങനെ ഇരിക്കുന്നത് ഈ സാധനമാണ്, ആ വൈറ്റ് കളറുള്ള സാധനമാണ് അതിലിട്ടേക്കുന്നത്. പക്ഷെ ഈ ഓയിലും അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അവരിടുന്നത്. എന്തോ ഒരു ഫ്ലോറിൽ ഇട്ടിട്ട് ചിക്കനാണ് കേട്ടോ ഈ പൊരിച്ചോണ്ടിരിക്കുന്നത്. അത് എണ്ണയിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് മുക്കി എന്നിട്ട് അപ്പം തന്നെ എടുത്തു. അതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കറണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച സമയത്ത് അവർ മോട്ടോർ എന്ന് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. എന്താണ് അത്? ജനറേറ്റർ ആണെന്ന് തോന്നുന്നു. ജനറേറ്ററിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ദേ ഇവിടെ പഴം കാണുന്നുണ്ട്, നേന്ത്രപ്പഴം ഉണ്ട്, പിന്നെ ചെറിയ ടൈപ്പ് പഴം ഉണ്ട്. പിന്നെ ഇതെന്താ അത്? കടച്ചക്കയോ ഇടിച്ചക്കയല്ല, കടച്ചക്ക. ഇതെന്ത് സാധനം? ഇത് വലിയ സാധനമാണല്ലോ. ഇതെന്താ അത്? മനസ്സിലാവണല്ലോ. ചോദിച്ചോട്ടെ ഏട്ടാ, ഇവർക്ക് സ്പാനിഷിൽ ചോദിക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവണല്ലോ, അതാ പ്രശ്നം. ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ എല്ലാ സ്ഥലത്തും. ഇതെന്താന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പുള്ളിക്കാരനാണെങ്കിൽ അവിടെ ഫോണിൽ കുറച്ച് റേഞ്ച് കിട്ടിയെന്നും പറഞ്ഞിട്ട് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഫോണിൽ ഒട്ടും റേഞ്ച് ഇല്ല. അതുകൊണ്ടാണ്, ആളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു. ആള് സാൽവഡോറിലാണ്, അപ്പോൾ സ്പാനിഷ് നല്ലപോലെ അറിയാം, കുറച്ച് ഇംഗ്ലീഷും അറിയാം കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് ഞാൻ കുറേ ചോദിച്ചത് എന്ത് സംഭവം? വെള്ളമാണ് കേട്ടോ, വെള്ളമാണ് ഞാൻ തൂക്കിയിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് വെറുതെ ഇങ്ങനെ തൂക്കിയിടൂലല്ലോ. ചൂടൊക്കെ എടുത്ത് പണ്ടാരടങ്ങേണ്ട ഞാനാണ് കേട്ടോ. പക്ഷെ എൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയണം, ഇവിടെ നല്ല മഴയാണ്. ഇന്ന് ഫുൾ ഡേ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തണുപ്പാണ്. ചൂടേ തോന്നില്ല, 1% പോലും ചൂടില്ല. കൊതു പിന്നെ ഉണ്ട്, അത് പിന്നെ ഇവിടെ നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള മൊസ്കിറ്റോ റെപ്പല്ലൻ്റെ സ്പ്രേ ഉണ്ട്, അത് മൊത്തം അടിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. ഭയങ്കര കെമിക്കലാണ്, അത് ശ്വസിച്ചാൽ തന്നെ അത് കൊള്ളൂല. ഞാൻ തന്നെ ചത്തുപോകും കുറേ ശ്വസിച്ച് കഴിഞ്ഞാൽ, അത് പോവും. അപ്പം കൊതു സിമ്പിളായിട്ട് ചത്തുപോകും കേട്ടോ. അപ്പം എന്തായാലും ഇവിടെ തണുപ്പായതുകൊണ്ട് സെറ്റാണ്. അല്ലെങ്കിൽ ഇവിടെ 45-50 ഡിഗ്രിയിലൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് ഉരുകേണ്ടി വന്നേനെ. കണ്ടില്ലേ, ഇപ്പം തന്നെ മേഘങ്ങളൊക്കെ ഇരുണ്ടാണ് നിൽക്കുന്നത്, വെയിൽ പോലും ഇല്ല കേട്ടോ. അതായത് സമയം 6 മണി ആയിട്ടേ ഉള്ളൂ, 6 മണി ആയിട്ടില്ല, 6 മണി ആവാൻ പോകുന്നുള്ളൂ. എന്നിട്ടും ഫുള്ളിങ്ങനെ ഇരുട്ട് കൂടിയിട്ടാണുള്ളത്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. കാരണം ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര പാവപ്പെട്ട പിള്ളേരാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ അവരെയൊക്കെ കണ്ടപ്പോൾ വിഷമമായി. സോ ഞാൻ എന്തെങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കാണ്. പല ടൈപ്പ് മിഠായികളുണ്ട്, ഏതാ വാങ്ങണ്ടേന്ന് നോക്കട്ടെ. ഇവിടെ പിള്ളേർ തന്നെ കുറേ എണ്ണം ഉണ്ട് കേട്ടാ. കുറച്ച് പിള്ളേരൊന്നും അല്ല ഉള്ളത്, കുറേ പിള്ളേരുണ്ടേ. ഓരോരുത്തരൊക്കെ ആയിട്ട് കൊടുക്കാം. ഇവിടെ തല്ലുകൂടിക്കൊണ്ടിരിക്കുക. ഹാപ്പിയായി ചാടി ഓടി പോണ്. എവിടെ അടുത്ത പിള്ളേരെവിടെ? ഇത് പാർക്കാ കൊടുക്കാത്ത? ആ റെഡിന് കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? നീ താഴെ പോട്ടെ.
ഞാൻ കുറച്ച് ചോക്ലേറ്റ് മേടിച്ച് ബാഗിൽ വെക്കാം, എന്നാൽ പിന്നെ ഓൺ ദ വേയിലൊക്കെ എനിക്ക് കൊടുക്കാലോ ഓരോ പിള്ളേരെ കാണുന്ന സമയത്ത്. ഇവിടെ കാണുന്നുണ്ട്, ഇതിൽ ആടുന്ന്. എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. ആളെന്നെ വിളിക്കുന്നു. യെസ്, ആളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ബാഗ് അങ്ങനെ തുറന്നു വെച്ചിട്ട് പോലെ റൂമിൽ നിൽക്കുകയാണെങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെക്കുക, അല്ലെ വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും, ചുമ്മാ നീ ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ നടക്കല്ലേ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, പക്ഷെ മോശമായിട്ടുള്ള ആൾക്കാരും അതിൻ്റെ ഇടയിലുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് സേഫായി വെക്കട്ടെ. ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. റൈസ് ഉണ്ട്, ചിപ്സ് ഉണ്ട്, മീൻ പൊരിച്ചുണ്ട്. മീൻ പൊരിച്ചാണ് എൻ്റെ കൊതി. ഇവരെന്തിനാ ഈ സോസ് ഇങ്ങനെ മുകളിൽ ഒഴിച്ചേക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് വിശന്നിട്ട് ഇത്രയും ഫുഡ് ആര് കഴിക്കും, അതാ ഞാൻ ആലോചിക്കും, ഇത്രയും അധികം. ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. റൈസ് ഉണ്ട്, ചിപ്സ് ഉണ്ട്, മീൻ പൊരിച്ചുണ്ട്. മീൻ പൊരിച്ചാണ് എൻ്റെ കൊതി. ഇവരെന്തിനാ ഈ സോസ് ഇങ്ങനെ മുകളിൽ ഒഴിച്ചേക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് വിശന്നിട്ട് ഇത്രയും ഫുഡ് ആര് കഴിക്കും, അതാ ഞാൻ ആലോചിക്കും, ഇത്രയും അധികം. എൻ്റെ അമ്മ മീനിന് എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഉപ്പ് പോലും ഇട്ടില്ലെങ്കിലും മീൻ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. റൈസ് എനിക്ക് അധികം ഇഷ്ടമല്ല. ഒരു റൈസ് എണ്ണയിലാക്കി വെക്കാം കേട്ടോ. നോക്കി, എണ്ണയിൽ ഫ്രൈ ചെയ്തേക്കാണ്, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല. ഇത് നമ്മളെ സാധാ ചിപ്സ്, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. ഭയങ്കര ക്രിസ്പി അല്ല, വലിയ കട്ടിയിലാണുള്ളത്. കുഴപ്പമില്ല. ഇത്രയും ഫുഡ് എങ്ങനെ കഴിക്കുക, വേസ്റ്റ് ആവും. ഞാനിതവിടെ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി ഒരു ചെറിയ പുതപ്പുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന പുതപ്പോടെ പുതച്ചിട്ടുണ്ട്. ആക്ച്വലി ഫുൾ മഴ പെയ്തിട്ട് എനിക്കിപ്പോൾ തണുക്കുകയാണ് കേട്ടോ. ചൂടേ ഇല്ല, എക്സ്ട്രീം ചൂട് എടുക്കേണ്ട ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ അപ്പോൾ സോ ഹാപ്പി. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.